നമ്മളിവിടെ ഒരു കളി കളിച്ചിട്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് നമുക്ക് പൈസ ഇട്ടുണ്ടോ? ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നതും പെയിൻറ്റിങ് ചെയ്യുന്നതും പിന്നെ ഒരു ഡീമൺ സ്റ്റോറിയും കൂടി പറഞ്ഞിരുന്നു. ഈ സ്റ്റോറിക്ക് എനിക്ക് കുറച്ച് ആ ഫീഡ്ബാക്സിനെയൊക്കെ പറ്റി ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിലായിരിക്കും പറയാൻ പോകുന്നത്. ഇന്നും പതിവ് പോലെ ഒരു ഡേ ഓഫ് വീഡിയോയാണ്. രാവിലെ തന്നെ ഞങ്ങൾ മാടമ്പള്ളിയിൽ നിന്ന് കിട്ടിയ പഴയ ഫർണിച്ചറൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ വീടൊക്കെ കുറച്ച് ഓർഗനൈസ് ചെയ്തു. ഞാനും ആൻസിയും കൂടി വരച്ച പെയിൻറ്റിങ്സ് വയ്ക്കാനൊരു അറേഞ്ച്മെൻറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഒന്ന് വോളിൽ ഫിറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് എനിക്ക് എക്സാം ആണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് പപ്പായയാണ്. ഓസ്ട്രേലിയയിലെ ചില സൗത്ത് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പായനെ പോപ്പോ എന്നാണ് അവർ ലേബൽ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ശ്രദ്ധിച്ചത്. ശുക്കൂർ ഇതിന് പറയുന്നത് നാട്ടിൽ കാക്ക കൊത്തിക്കൊണ്ടു പോകുന്ന ഫ്രൂട്ട് എന്നാണ്. പക്ഷേ ഇത് നല്ലോണം വുമൺ ഹെൽത്തിന് നല്ല ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. എസ്പെഷ്യലി മെൻസ്ട്രൽ സൈക്കിളൊക്കെ കറക്റ്റാവാൻ വളരെ നല്ലതാണ്. ഉച്ച തിരിഞ്ഞ് എവിടെയെങ്കിലും അടുത്ത് ഒരു പ്ലേസിൽ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരുപാട് ഫിസിക്കലി സ്ട്രെയിൻ ഇല്ലാത്ത എന്നാൽ മടുത്താൽ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു പ്ലേസാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനെയാണ് മെൽബണിനും ജീലോങ്ങിനും ഇടയിലുള്ള ലാറ എന്ന സ്ഥലത്തുള്ള യുയാങ്സ് റീജിയണൽ പാർക്കിൽ ഞങ്ങൾ എത്തിയത്. ഇവിടെ എല്ലാം നേച്ചർ ഫ്രണ്ട്ലിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പാർക്കിങ്ങിലുള്ള കാർ സ്റ്റോപ്പേഴ്സ് വരെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഈ പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങളും ഡീറ്റെയിൽസും അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയാൻ പോകുന്നത്. കാരണം ഓൾറെഡി യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ 7 ദിവസത്തെ ഏകാന്തവാസം കഴിഞ്ഞ് കുറച്ച് ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാനും ശുക്കൂറും അല്ലാതെ ഈ പാർക്കിൽ വേറെ ഒരു ആൾ പോലും ഇല്ല എന്നുള്ള റിയാലിറ്റി ഞാൻ തിരിച്ചറിഞ്ഞത്. ചുറ്റുമുള്ളത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ടോയ്ലറ്റ്, ടേബിൾ ആൻഡ് ചെയർ, ബാർബിക്യൂ ഫെസിലിറ്റി എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ ഒരു മനുഷ്യരെയും കാണാത്തത് എനിക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നി. പിന്നെ ഞാൻ അവിടെ ഓടിയും കളിച്ചും പിന്നെ മരത്തിലൊക്കെ തൊട്ട് നോക്കിയും എല്ലാം നടന്നു. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലം വെറുതെ നടന്ന് കാണാതെ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ ശ്രമിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് റൈറ്റ് ടൈം എന്ന് തോന്നി. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ എനിക്കതിനെപ്പറ്റി തിങ്ക് ചെയ്യാനൊക്കെ സമയമുണ്ടല്ലോ. അങ്ങനെ ശുക്കൂറിൻ്റെ കൂടെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നു. അങ്ങനെ ഞാൻ ആളെയും കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആരുമില്ലാത്തതിൻ്റെ നിരാശബോധമൊക്കെ പിന്നെ ഞങ്ങൾ മറന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഈ സ്കൂട്ടറിലൊരു റൈഡ് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്ന സോണിൽ ഈ സ്കൂട്ടറുമായിട്ട് റൈഡ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കാണാൻ പറ്റില്ലെന്ന്. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാൻ ഒരുങ്ങി. ഇപ്പോൾ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ സൺലൈറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ആ ഫോറസ്റ്റിൻ്റെ വൈബും ആ ക്ലൈമറ്റൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഉള്ള ആക്ടിവിറ്റീസിൻ്റെ സൈൻ ബോർഡെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ കാറ് കൊണ്ട് തന്നെ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാറിൽ യുയാങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് ഒരു പീസ്ഫുൾ വൺ വേ ലൂപ്പാണ് ഗ്രേറ്റ് സർക്കിൾ ഡ്രൈവ്. നല്ല തണുത്ത കാറ്റും മഴയും പൊതുവെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്ന യൂക്കാലിപ്റ്റസ് ട്രീകൾ ഇന്ന് മഴയുള്ളത് കൊണ്ട് തന്നെ നനഞ്ഞ് കാണാൻ കഴിഞ്ഞതും എനിക്ക് ഇവിടെ വന്നത് നല്ല ഒരു ഡിസിഷനായിട്ട് തോന്നി. ഇവിടെ യാത്ര ചെയ്യേണ്ട മാക്സിമം സ്പീഡ് 40 km/h ആണ്. അതായത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ ചുറ്റും യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജനൽ തുറന്നിട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങളെപ്പറ്റി അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വിക്സും അമൃതാഞ്ജനും ഒക്കെയാണല്ലേ. എന്നാൽ അതുപോലത്തെ ഒരു ഹാർഷ് സെൻ്റൊന്നും ഇവിടെ ഇല്ല.
പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്മെല്ലെല്ലാം നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ വളരെ റിലാക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇത് കണ്ടോ, ഇതെല്ലാം യൂക്കാലിപ്റ്റസ് മരങ്ങൾ സ്വയം കത്തി നശിച്ചിരിക്കുന്നതാണ്. ഈ മരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂക്കാലിപ്റ്റസ് ഓയിൽ ഹൈലി ഇൻഫ്ലമബിൾ ആണ്. ഇത് തന്നെയാണ് ഇത് കത്തി നശിക്കാനുള്ള കാരണവും. ചെറുപ്രായത്തിൽ റൗണ്ട് ഷേപ്പിൽ വളരുന്ന ഈ മരങ്ങൾ കാലം കഴിയുന്തോറും ഉയരത്തിലാണ് വളരുന്നത്. മെച്യൂർ സ്റ്റേജ് എത്തുന്ന ഈ മരങ്ങൾ പിന്നെ ഡ്രൈ ആവാൻ തുടങ്ങും. പിങ്ക് കളർ അല്ലെങ്കിൽ ക്രീം ഓർ ഓഫ് വൈറ്റ് കളറിലുള്ള പുഷ്പങ്ങളാണ് ഈ മരങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനുള്ളിൽ തന്നെയാണ് ഓയിലും സീഡും എല്ലാം ഉണ്ടാകുന്നത്. അതുകൂടാതെ ഈ മരത്തിലൊരു ഫ്രൂട്ട് ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കും പോലെ കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടല്ല, അതൊരു വുഡൻ സ്ട്രക്ചറായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതിനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഉണ്ട്. ഇതൊക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വരുന്ന വഴിക്ക് ബേർഡ്സിനും കോവലേനൊക്കെ നമ്മൾ കണ്ടിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ കണ്ടത് കാംഗ്രൂസിനെയാണ്. കൂടുതൽ ആളുകൾ യുയാങ്സിൽ വരുമ്പോൾ മിസ് ചെയ്ത് പോകുന്ന ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണിത്. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമുക്ക് ഭയങ്കര റിലാക്സിംഗ് ആയിട്ട് വൺ വേ ലൂപ്പിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. യുയാങ്സിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വന്നത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാടമ്പള്ളിയിലുള്ള എല്ലാ ഫ്രണ്ട്സും പുതിയ വീട്ടിലേക്ക് മാറിയെന്ന്. അവർ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ PGക്ക് മീൽ പ്രിപ്പ് ചെയ്യായിരുന്നു. ബാക്കി എല്ലാവരും TV എല്ലാം കാണും. കഴിഞ്ഞ തവണ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡ് ഇവിടെ വെച്ച് മറന്നായിരുന്നു. അപ്പോൾ ഇതെവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പറഞ്ഞത് ഇവരുടെ പഴയ സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്ന ഗരാജിൽ എവിടെയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ടാസ്ക് എനിക്കാണെന്നാണ് അവർ പറഞ്ഞത്. ആൻസിമോൾ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവളാണ് എൻ്റെ എല്ലാ വീഡിയോസും ഫസ്റ്റ് കാണുന്നത്. ഇനി അടുത്തത് കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ഒരു അംഗമായിട്ടുള്ള മെറിൻ ചേച്ചിയാണ്. കാണാൻ പ്രായം കുറവാണെങ്കിലും ഞങ്ങൾ ചേച്ചി എന്നൊക്കെയാണ് വിളിക്കാറ്. ഈ വീട്ടിലേക്ക് മാറിയ പിന്നെ ഇവരുടെ ഗെയിംസൊക്കെ കുറച്ച് അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ഇവർ കളിക്കുന്നത് മോണോപോളിയാണ്. ഇതിവിടെ വന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ കുറച്ച് 2-3 വീഡിയോക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണിച്ചിരുന്നു. അവനാണ് ഇവിടെ എല്ലാവർക്കും അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഇതിനിടയിൽ PGക്ക് നല്ല തകൃതിയായിട്ട് അടുക്കളപ്പണി എടുക്കുകയാണ്. 2 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് മോണോപ്പൊളി കളിക്കുന്നത്. അപ്പോൾ ഇത് കളിക്കുന്നതിന് മുമ്പ് ചിലർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചു തരാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തർക്ക് 5 കാർഡ് വെച്ചിടും. 1 2 3 4 5. എന്നിട്ട് നമ്മളത് എടുത്ത് നോക്കണം. അപ്പം നമുക്ക് കുറച്ച് കാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും. ആ കാർഡുകളിൽ ഇങ്ങനത്തെ കിട്ടണമെങ്കിൽ ഇത് മണിയാണ്, പൈസ. ഇത് കാശാണ്. ഇങ്ങനത്തെ കാർഡുകൾ ഈ 2 മോണോപ്പൊളി, ഇത് 3, ഇത് 5, ഇത് 2 കാശോ 2 മില്യൺ, 2 മില്യൺ, 5 മില്യൺ, 3 മില്യൺ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ക്യാഷ് ബിൽഡ് ചെയ്യണത് പോലെ കൂട്ടി വെക്കാം. ഇത് കണ്ട ഇങ്ങനത്തെ ഇതാണ് പ്രോപ്പർട്ടി. കാർഡിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നടുക്ക് 5 കാർഡ് തന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ കമത്തി വെച്ചേക്കും. അപ്പോ നിന്റെ കയ്യിൽ 5 കാർഡ് ഉണ്ടാവും. ആ 5 കാർഡില്
നീ കളി തുടങ്ങണേന് മുമ്പ് നമ്മൾ ഇവിടുന്ന് 2 കാർഡുകൾ വലിക്കണം. ടോട്ടലി നമ്മുടെ കയ്യിൽ എപ്പോഴും 7 കാർഡ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് ഈ കാർഡ് ഉണ്ടെങ്കിൽ നിനക്ക് ഒരു ചാൻസ് കൂടി കിട്ടും. ഈ കാർഡ് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു 2 റൗണ്ട് വലിക്കാം. 2 റൗണ്ടോടെയും വലിക്കാൻ നിനക്ക്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡ്രോ 2 കാർഡ്സ്. കണ്ടോ? ഇതിന്റെ അതാണ് ഈ കാർഡ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ സ്ഥലങ്ങള്, പ്രോപ്പർട്ടികൾ, ഓൾക്കൻ റോഡ്, ബോൺ സ്ട്രീറ്റ്, ഇൻക്രോ സ്റ്റേഷൻ, പോൾ മാള്, ഇതൊക്കെയൊക്കെ സ്ഥലങ്ങൾ, പ്രോപ്പർട്ടികളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിനക്ക് 2 പ്രോപ്പർട്ടിയാണ്. ഇത് വൈൽഡ് പ്രോപ്പർട്ടിയാണ്. ഒന്നില്ലെങ്കിൽ ബ്രൗൺ ആക്കാം അല്ലെങ്കിൽ ഈ കളർ ആക്കാം. അതേ സെയിം സാധനം തന്നെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്, ഹോട്ടല്. അപ്പോൾ മോണോപ്പൊളി കളിക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഈ സാധനം നിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കളർ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് നീ എങ്ങനെയും 3 ആക്കാൻ നോക്കണം. അപ്പോൾ 3 കളർ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ നിനക്കൊരു വീട് പണിയാം. ഹൗസിൻ്റെ കാർഡ് നിനക്ക് വയ്ക്കാം. ഹൗസിൻ്റെ കാർഡ് ഒരു സെറ്റിൻ്റെ മണ്ടിൽ ഹൗസ് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ വയ്ക്കാം. ഹോട്ടൽ വെച്ച് കഴിഞ്ഞിട്ട് നീ ഈ കാർഡ് നിൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റെന്റ് മേടിക്കാം. ഇത് കണ്ടോ, $4 ഇതിന് നോർമൽ റെന്റ്. അതിൻ്റെ കൂടത്തെ ഹൗസ് വരുമ്പോൾ അത് 7 അതിൻ്റെ മണ്ടയിൽ ഹോട്ടൽ വരുമ്പോൾ 11. അപ്പോൾ ഈ കാർഡും കൂടി അതിൻ്റെ മണ്ടയിൽ ഇട്ടാൽ $11 വെച്ച് എല്ലാ പ്ലേയേഴ്സിൻ്റെയും നിനക്ക് മേടിക്കാം. അപ്പം അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതൊരു കളി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്തത് ഇത്, ഈ കാർഡ് നിൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരാളുടെ സാധനം സ്റ്റീൽ ചെയ്യാം. ഇഷ്ടമുള്ള അപ്പൊ അത് ഏതാ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിന്റെ കയ്യിൽ ഇതിന്റെ ഒരു ഇതുണ്ട്, പിങ്ക് കളർ ഉണ്ട്. ഞാൻ വേറൊരു പിങ്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിനക്ക് ആ പിങ്ക് നിനക്ക് വേണം. ഇപ്പൊ 3 സെറ്റ് ആക്കിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പിങ്ക് നിനക്ക് വേണമെങ്കിൽ നീ ഈ കാർഡ് യൂസ് ചെയ്യുക. ഈ കാർഡ് യൂസ് ചെയ്തിട്ട് ആ സാധനം ഇത് സ്റ്റീൽ ചെയ്യാൻ നിനക്ക്. അപ്പൊ ഇപ്പൊ നീ എന്റെ ഈ കാർഡ് ഇട്ടു, ഈ കാർഡ് ഇട്ട് നീ അതാണ് ഇതിന്റെ യൂസ്. അന്നേരം എന്റെ കയ്യിൽ ഈ കാർഡ് ജസ്റ്റേനോ എടുത്ത് നിനക്ക് എടുക്കാൻ പറ്റും. ഇതെവിടെ എന്ത് ഡീൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും, ജസ്റ്റേനോ എന്ന് പറഞ്ഞ കാർഡ്. പിന്നെ അറ്റ് ദ സെയിം ടൈം റെന്റ് മേടിച്ചില്ലേ, ആ സമയത്ത് ഡബിൾ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ 11 സ്ഥാനത്ത് $22 റെന്റ് മേടിക്കും. ഓക്കെ, അതാണ് അതിന്റെ യൂസ്. ഇതും പറഞ്ഞു ഇത് ഫോഴ്സ് ഡീലാണ് ഈ കാർഡ്. അപ്പൊ ഈ കാർഡ് നീ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ കാർഡ് വേറെ കാർഡ് സ്വാപ്പ് ചെയ്യാൻ. അത് ഫോഴ്സ് എന്നുവെച്ചാൽ അത് എന്താ സ്വാപ്പ് ചെയ്യണം. അത് അപ്പൊ ഇത് പെട്ടെന്ന് ഇരുന്ന് എന്നിട്ട് അപ്പോഴാണേലും ഇപ്പൊ എന്തെങ്കിലും ജസ്റ്റേനോ ഉണ്ടെങ്കിൽ എനിക്കത് തരാം. അപ്പൊ ഇത് നമുക്കത് യൂസ് ആവത്തില്ല. ഇതാണ് അതിന്റെ ഈ കാർഡിന്റെ യൂസ് വെച്ചാൽ ഇത് നിനക്ക് ഏത് കളറും. അപ്പൊ നിന്റെ കയ്യിൽ ഇത്. അപ്പോൾ ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത് എന്നുള്ള ചെറിയ ഐഡിയാസൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് 2 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഗ്രൂപ്പിൽ 3 പേരുണ്ടായിരുന്നു. PGK, ആൻസിമോൾ, പിന്നെ ഞാൻ. ആൻസിമോൾ ഇതിനകത്ത് പ്രോ ആയതുകൊണ്ട് അവൾ തന്നെയാണ് ഫുള്ളും കളിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയിൽ ഒരു ഡീമൺ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൽ 83 വ്യൂസാണ് എനിക്ക് കിട്ടിയത്. മൊത്തം എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പൊതുവേ യൂട്യൂബിൽ നമ്മൾ ആരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. എങ്കിലും അതിൽ ആരൊക്കെയോ എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ചിലവർ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അന്നത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ചിലവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് ജസ്റ്റ് അത് കണ്ടിരുന്നു, നന്നായിരുന്നു, അല്ലെങ്കിൽ അതൊന്നും സാരമില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജുകൾ ഉണ്ടായിരുന്നത്. പിന്നെ ആ ഡീമൺ സ്റ്റോറി ഞാനന്ന് പറയാൻ കാരണം ഉണ്ടായത്, ഈ അടുത്ത കാലത്ത്, അതായത് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഡീമണിങ് കൊണ്ട് ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നതും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നീടും റിവൈൻഡ് ചെയ്ത് കാണാനും അല്ലെങ്കിൽ ഓർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡീമൻ്റെ ഒരു എഫക്റ്റ് വന്നത് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും അതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ വെറുതെ ഞാൻ ചെയ്തൊരു വോയിസ് ഓവറായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പൊതുവേ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് അത് നോക്കിയൊക്കെയാണ് പറയാറ്. ഞാൻ പറഞ്ഞ ഡീമൺ സ്റ്റോറി കുറച്ച് അധികം ക്രിഞ്ചാണെന്നും ഇമോഷണലാണെന്നും ബോറിംഗ് ആണെന്നൊക്കെ എനിക്ക് തന്നെ
ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ എന്നെ ഒരാൾ പേഴ്സണലി ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ഡീമൺ സ്റ്റോറി വെച്ച് കളിയാക്കി. അതെനിക്ക് കുറച്ച് അധികം വിഷമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൾ എനിക്ക് കുറച്ച് അടുപ്പമുള്ള ഒരാളാണ്. പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചിലപ്പോൾ ചിലവർക്ക് തോന്നിയേക്കാം. വേറെ ഒന്നും കൊണ്ടുമല്ല, ഇത് നമ്മുടെ ചെറിയ കൊച്ചു സന്തോഷങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു വ്ളോഗ് ഫുള്ളായിട്ട് ആരുടെയും കാണാത്ത ഒരാളാണ്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന്. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും, എനിക്ക് സംസാരിക്കുമ്പോൾ നാവ് തന്നെ കുഴഞ്ഞു പോവുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് വേറൊരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു സെൻറ്റൻസ് പോലും പറയാത്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എന്നോട് തന്നെ സംസാരിക്കും പോലെയാണ് എനിക്ക്. അത് കൈ നല്ലതല്ലായിരുന്നു. അല്ല 3 സെറ്റ് ഓൾറെഡി ആയി. 4ാമത്തെ സെറ്റ് ആയിരുന്നു. 1 2 സത്യത്തിൽ പി ജിക്ക് മാൻസിയാണ് കളിച്ചത്. ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. സെക്കൻഡ് സ്ഥാനത്ത് നമ്മളെ അപ്പൊ 16 മില്യൺ ആയിട്ടുണ്ടേ. ഇവന്റെ മൊത്തം കാർഡ് നമ്മുടെ അടുത്ത് വരും. ഇവളുടെ മൊത്തം 3 കാർഡുകള് സെറ്റ് ആക്കണം. അപ്പൊ 3 കാർഡ് ആദ്യം പറയണം, അതിനുശേഷം 3 കാർഡ് സെറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം, നമ്മളിവിടെ ഒരു കളി കളിച്ചിട്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് നമുക്ക് പൈസ ഇട്ടുണ്ടോ? ഇല്ല. പോട്ടെ, ഫുഡ് ഇട്ടുണ്ടോ? ഇല്ല. ഫുഡ് ഉണ്ടാക്കി തന്നത് ചാത്ത നമ്മളങ്ങനെ അതിന്റെ ആവശ്യം നമ്മൾ നമ്മുടെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട്. അതെ, ഈ ഡേ ഓഫിൻ്റെ ഹാഫ് പോർഷൻ ഞാനൊരു ക്വയറ്റ് പ്ലേസിലാണ് സ്പെൻഡ് ചെയ്തെങ്കിൽ അടുത്ത ഹാഫ് പോർഷൻ ആഫ്റ്റർനൂൺ ടു നൈറ്റ് ഞാൻ ഇവരുടെ കൂടെ ചിരിയും കളിയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഇത് എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ലാത്ത ഇത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.